ഇത് കൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാം എത്ര ആഴത്തിൽ നമ്മൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്ന്. ശരീരത്തിലേക്ക് സഹനം വ്യാപിക്കുകയാണ്. ദേഹം നോവുന്നത് മാത്രമല്ല അവിടുത്തെ വിഷയം. ചാട്ടവാറടി അത് ഹ്യൂമിലിയേഷൻ ആണ്, അത് നാണക്കേടാണ്, അപമാനമാണ്. ഒരു 33 വയസ്സുകാരൻ യുവാവിന് ഇത് കടന്നു പോവുക എളുപ്പമല്ല. അപമാനത്തിന്റെ വിഷയമാകുന്നു അവൻ അനീതിക്ക് ഇരയാകുന്നു, അവൻ ക്രൂരതയ്ക്ക് ഇരയാകുന്നു. വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ മുഖത്തോട്ടൊക്കെ നോക്കണം. പാവങ്ങളുടെ മുഖത്ത് ചുളിവുകൾ ഏറെ വീണു. പ്രായമായി തുടങ്ങി ദേഹത്തിന്. അറിഞ്ഞു അറിയാതെ നമ്മൾ ആരെയൊക്കെ ചാട്ടവാറിന്റെ പ്രഹരമേൽപ്പിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരാൽ, അധികാരികളാൽ, കൂടെ ജോലി ചെയ്യുന്നവരാൽ അപമാനവും പരിഹാസവും ഏറ്റുപോകുന്ന ഒരാളാണ് നീയെങ്കിൽ നീ വിശ്വസിക്ക്, നിന്റെ ചാരത്ത് കർത്താവ് നിൽപ്പുണ്ട്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പ് കാല ധ്യാനത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ടൊക്കെ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയം പോലെ മുൻ എപ്പിസോഡുകളും കാണാൻ ശ്രദ്ധയും ശ്രമവും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ഈ യാത്ര പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് കൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാം എത്ര ആഴത്തിൽ നമ്മൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്ന്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് ലഭിക്കുന്ന ജ്ഞാനത്തെ ഓർത്ത് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന കർത്താവിനെ സ്തുതിച്ച് നമുക്ക് ഈ യാത്ര ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ സഹനം, അവൻ്റെ പീഠാസഹനം കുറേ കൂടെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ശരീരത്തിലേക്ക് സഹനം വ്യാപിക്കുകയാണ്. നമ്മൾ ഈ നേരം വരെ ധ്യാനിച്ചതൊക്കെ, ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചതൊക്കെ അവൻ്റെ ആന്തരിക വ്യഥകൾ, മാനസിക സംഘർഷങ്ങൾ, കടന്നുപോയ മനോനൊമ്പരങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചത്. മെല്ലെ ശരീരത്തെ, ദേഹത്തെ സഹനം തൊടാൻ തുടങ്ങുകയാണ്. എന്നുവെച്ചാൽ മിസ്റ്ററി ബിക്കംസ് റോ. മിസ്റ്ററി ബിക്കംസ് റോ, വിസിബിൾ ആൻഡ് പെയിൻഫുൾ. ഈ സഹനത്തിൻ്റെ രഹസ്യം അത് കുറേ കൂടി ഇങ്ങനെ റോ ആയിട്ട് പച്ചയ്ക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അത് കൂടുതൽ വേദനാജനകമാകാൻ പോവാണ്. അത് കൂടുതൽ ദൃശ്യമാകാൻ തുടങ്ങാൻ പോവാണ്. കൺമുമ്പിൽ നമ്മൾ കണ്ടു തുടങ്ങാൻ പോവാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് കർത്താവ് ചാട്ടവാറടിയേറ്റു. കർത്താവ് ചാട്ടവാറിനാൽ പ്രഹരമേറ്റു നമ്മുടെ നാഥൻ. അതാണ് ഇന്നത്തെ ധ്യാനം. എന്ന് വെച്ചാൽ നമ്മുടെ പാപം, sin becomes more visible on the body of Christ. നമ്മുടെ പാപം കർത്താവിൻ്റെ ദേഹത്ത് കുറെ കൂടെ ദൃശ്യമാകാൻ തുടങ്ങുകയാണ്. ചാട്ടവാറടിയേറ്റപ്പോൾ, പ്രഹരമേറ്റപ്പോൾ നമ്മുടെ പാപം നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. നമ്മൾ പൊതുവെ പറയുന്നൊരു വർത്തമാനമില്ലേ, ഇപ്പോൾ കൂടുതലാണ് നമുക്കിടയിലൊക്കെ, നമ്മളുമൊക്കെ അത് പറഞ്ഞു പോകുന്നുണ്ട്. വിത്ത് റിഗാർഡ് ടു സിൻ, പാപത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നു, നോട്ട് എ ബിഗ് ഇഷ്യൂ. പാപം അത്ര വലിയ കാര്യമൊന്നും അല്ല. സിൻ ഈസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. പാപം അത്ര വലിയ കാര്യമൊന്നും അല്ല. എല്ലാവരും, എവരി വൺ ഈസ് ഡൂയിങ് ഇറ്റ്. എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. ദൈവം മനസ്സിലാക്കിക്കൊള്ളും. ഗാഡ് വിൽ അണ്ടർസ്റ്റാൻഡ്. നോക്കിക്കേ, ഇത് പറയുന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മൾ തന്നെ എപ്പോഴെങ്കിലൊക്കെ ജീവിതത്തിൽ ഇത് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ. അത്ര വലിയ കാര്യമൊന്നുമല്ല, ആ പാപം കുഴപ്പമില്ല, അത്ര വലിയ കാര്യമൊന്നുമല്ല, എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. ആരും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ കർത്താവ് മനസ്സിലാക്കിക്കൊള്ളും എന്നൊക്കെ നമ്മൾ പാപത്തെ പറഞ്ഞ് ലഘൂകരിക്കുമ്പോൾ ഈ ചാട്ടവാറടി, കർത്താവിൻ്റെ പുറം തകർത്ത ചാട്ടവാറടി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. സിൻ ഈസ് നോട്ട് ദാറ്റ് ചീപ്പ്. പാപം അത്ര നിസാരമല്ല. പാപം മുറിവേൽപ്പിക്കും. പാപം നമ്മളെ തകർക്കും. പാപം അതിൻ്റെ വില ചോദിച്ചു വാങ്ങിക്കും. അതിൻ്റെ തെളിവാണ് കർത്താവേറ്റ പ്രഹരം, ചാട്ടവാറടി എന്ന് മനസ്സിലാക്കണം. അതിനിങ്ങനെയാണ് പറയേണ്ടത്. The cost of sin is written on the flesh of the innocent one. The cost of sin is written on the flesh of the innocent one. പാപത്തിൻ്റെ വില
ദ കോസ്റ്റ് ഓഫ് സിൻ, പാപത്തിൻ്റെ വില നിഷ്കളങ്കൻ്റെ ദേഹത്ത് എഴുതി വയ്ക്കപ്പെടുന്നു. പാപത്തിൻ്റെ വില നിഷ്കളങ്കൻ്റെ ദേഹത്ത് എഴുതി വയ്ക്കപ്പെടുന്നതാണ് അവനേറ്റ ചാട്ടവാറടി. നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ടത് ആ വാക്യം യോഹന്നാൻ സുവിശേഷം 19:1. പീലാത്തോസ് ഈശോയെ ചാട്ടവാറടിക്ക് വിട്ടുകൊടുക്കുന്നത്. യോഹന്നാൻ 19:1. നിങ്ങൾ ഇതിൻ്റെ ഈ ഗോസ്പൽ അക്കൗണ്ട്സ്, സുവിശേഷങ്ങളിൽ ഈശോ ചാട്ടവാറടിയേറ്റ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഇല്ല, ഒരു ഡീറ്റെയിൽഡ് നറേഷൻ അതിനെക്കുറിച്ചില്ല. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാര്യം? ഗോസ്പലിൻ്റെ ഉദ്ദേശം ഇതിനെ സെൻസേഷണലൈസ് ചെയ്യുക എന്നതല്ല. ഇന്നത്തെ നമ്മുടെ വാർത്താമാധ്യമങ്ങളായിരുന്നെങ്കിൽ പല താളത്തിൽ ഈണത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതിനെ മൂന്നാമത്തെ അടി കർത്താവിന് ഏറ്റുകൊണ്ടിരിക്കുന്നു, കർത്താവിൻ്റെ നട്ടലിന് കുറുകയാണ് അടി വീണിരിക്കുന്നത്, രക്തം 4 പാടും ചെതറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ലൈവ് റിപ്പോർട്ടിംഗ് കൊടുത്തേനെ. പക്ഷെ സുവിശേഷത്തിൻ്റെ ഉദ്ദേശം സെൻസേഷണലൈസിങ് അല്ല. അതുകൊണ്ട് തന്നെ ഡീറ്റെയിലിംഗ് നമ്മളവിടെ കാണില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാരം കൂടുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു വയ്ക്കുക, അവൻ ചാട്ടവാറടിയേറ്റു. അതുകൊണ്ട് തന്നെ വലിയ ഭാരം നമ്മുടെ നെഞ്ചത്തേക്ക് വരുന്നതാണ്. എൻ്റെ നാഥൻ ചാട്ടവാറടിയേറ്റു. ഡീറ്റെയിൽ ചെയ്ത് അതിൻ്റെ ഭാരത്തെ കുറച്ച് കളയുന്നില്ല, അത് മുഴുഭാരത്തോടെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അത് ഈ ചാട്ടവാറടി നമ്മൾ ഓർക്കരുത്, അത് കേവലം ഒരു ശാരീരിക വേദന മാത്രമാണെന്ന്, അത് കേവലം ഫിസിക്കൽ പെയിൻ മാത്രമാണെന്ന് ഓർക്കരുത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ പെയിൻ. ദേഹം നോവുന്നത് മാത്രമല്ല അവിടുത്തെ വിഷയം, മറിച്ച് ചാട്ടവാറടി അത് ഹ്യൂമിലിയേഷനാണ്, അത് നാണക്കേടാണ്, അപമാനമാണ്, അത് ഇൻജസ്റ്റിസ് ആണ്, അനീതിയുടെ പാത്രമാവുകയാണ് കർത്താവ്, അത് ക്രൂവൽറ്റിയാണ്, ക്രൂരതയുടെ ഇരയാകുകയാണ് കർത്താവ്. ഒരു 33 വയസ്സുകാരൻ യുവാവിന് ഇത് കടന്നു പോവുക എളുപ്പമല്ല. അപമാനത്തിൻ്റെ വിഷയമാകുന്നു അവൻ അനീതിക്ക് ഇരയാകുന്നു, അവൻ ക്രൂരതയ്ക്ക് ഇരയാകുന്നു. ഒരാൾ കടന്നു പോകുന്ന സംഘർഷം ശാരീരിക വേദനയ്ക്കും അപ്പുറത്താണ് ചാട്ടവാറടി. ഇനി പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ ഞാൻ നിങ്ങളോട് പല ആവർത്തി പറഞ്ഞൊരു കാര്യമാണ്, ദയവ് ചെയ്ത് പറ്റുന്നവരൊക്കെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം വായിക്കണം. നമുക്ക് വേണ്ടി അവൻ ചാട്ടവാറടിയേറ്റു, നമുക്ക് വേണ്ടി അവൻ ചാട്ടവാറടിയേറ്റു. യെശയ്യാ 53:5 പറ്റുന്നത് പോലെ വായിക്കണം. ഇനി സങ്കീർത്തനം 129:3, അവൻ്റെ ശരീരം ഉഴവുചാല് കീറിയെന്ന് നമ്മുടെ ഉണ്ട്. 129:3 നമ്മുടെ കുട്ടികൾക്ക് വലിയ പരിചയം കാണത്തില്ല. ഉഴവുചാല് കീറി. പണ്ട് ഈ കലപ്പയെടുത്ത് ഉഴുതുമറിച്ചിരുന്നൊരു കാലത്ത് ഉഴവുചാല് കീറുകയാണ്, പുറം ചാട്ടവാറ് കൊണ്ട് കീറിപ്പറിച്ചെടുക്കുക കർത്താവിൻ്റെ ദേഹത്തെ. അപ്പൊ കർത്താവിൻ്റെ ദേഹത്തെ ഒരു കൃഷിയിടം പോലെ, ഒരു വയല് പോലെ ഉഴവുചാല് കീറി ഉഴുതുമറിച്ചിടുമ്പോൾ ഓർക്കണേ, അങ്ങനെ ഉഴുതുമറിച്ചിട്ട അവൻ്റെ പുറത്താണ്, അവൻ്റെ ദേഹത്താണ് രക്ഷയുടെ വിത്ത് വിതയ്ക്കപ്പെടുന്നത്. അവിടെയാണ് രക്ഷ കിളിർക്കുന്നത്. ഉഴവുചാല് പോലെ കീറി അവൻ്റെ ദേഹത്ത് രക്ഷ നടുന്നു, അത് കിളുക്കുന്നു. രക്ഷ നടുകയാണ്. ഉഴവുചാല് പോലെ കർത്താവിൻ്റെ ദേഹം കീറിയെടുത്തു അവർ. രക്ഷാകര ചരിത്രത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് അതിങ്ങനെയാണ്. സാൽവേഷൻ ഹിസ്റ്ററി, രക്ഷാകര ചരിത്രം മുഴുവൻ എടുത്താൽ അതിൻ്റെ പ്രാധാന്യത ഒറ്റ വാക്ക് ഇങ്ങനെ പറഞ്ഞേ: ബോഡി മാറ്റേഴ്സ്. അവർ ബോഡി മാറ്റേഴ്സ്. ശരീരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒടേ തമ്പുരാൻ നന്നായി സൃഷ്ടിച്ച് നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞതാണ് മനുഷ്യദേഹം. ഇറ്റ് വാസ് ഗുഡ് വെൻ ഇറ്റ് വാസ് ക്രിയേറ്റഡ്. കർത്താവ് സൃഷ്ടിച്ചപ്പോൾ അത് നല്ലതായിരുന്നു. രണ്ടാമത്, ആ ശരീരത്തിലാണ് പാപം പ്രവേശിച്ചത്. പാപം പ്രവേശിച്ചതോടുകൂടി ശരീരം കറപ്റ്റഡായി. അതുകൊണ്ടാണ് മരണമുണ്ടായത്. അപ്പം ശരീരം നന്നായി സൃഷ്ടിക്കപ്പെട്ടു, പാപം പ്രവേശിച്ചപ്പോൾ കറപ്റ്റഡായി, മലിനമായി, മരണം സംഭവിച്ചു. 3, അതുകൊണ്ട് തന്നെ കർത്താവ് വീണ്ടെടുക്കുന്നത് ശരീരത്തെയാണ്. ശരീരത്തെ വീണ്ടെടുക്കാൻ അവൻ ശരീരമെടുക്കുകയും ആ ശരീരത്തിൽ അവൻ പാടുപീഡകൾ ഏൽക്കുകയും ചെയ്യുകയാണ്. അവർ ഗോഡ് സേവ്സ് us നോട്ട് ബൈ ഐഡിയാസ് ബട്ട് ത്രൂ ഫ്ലഷ്. കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്നത് ആശയങ്ങൾ പറഞ്ഞിട്ടല്ല, ശരീരം തന്നും തകർത്തുമാണ് കർത്താവ് നമ്മെ വീണ്ടെടുക്കുന്നത്. നമ്മുടെ പാപത്തിൻ്റെ വാഹകനാകുകയാണ്, പാപം ചുമക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. പിതാക്കന്മാരിലേക്ക് വരാൻ പ്രിയമുള്ളവരെ,
അഗസ്തിനോസ് പറയുന്നൊരു കാര്യം, ദ വൂൺസ് ഓഫ് ക്രൈസ്റ്റ് ആർ ദ മെഡിസിൻ ഓഫ് ദ വൂണ്ടഡ്. എന്ത് സിമ്പിളായിട്ടായി പിതാക്കന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദ വൂൺസ് ഓഫ് ക്രൈസ്റ്റ് ആർ ദ മെഡിസിൻ ഫോർ ദ വൂണ്ടഡ്. കർത്താവിൻ്റെ മുറിവുകൾ മുറിവേറ്റവൻ്റെ ഔഷധമാണ്. അവൻ്റെ മുറിവിനാലെ നമ്മൾ സുഖമാക്കപ്പെട്ടു. ദ വൂൺസ് ഓഫ് ക്രൈസ്റ്റ് ആർ ദ മെഡിസിൻ ഓഫ് ദ വൂണ്ടഡ് എന്ന് ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്ന, കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ഷാരോൺ, നമ്മുടെ എഡിറ്റിംഗ്, നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൻ്റെ ടീമിലുള്ള ഷാരോൺ പറയുകയെന്ന് വെച്ചാൽ, എനിക്ക് ആ ജോൺ ക്രിസോസ്റ്റം പിതാവിൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരാമോ. അപ്പോൾ ആള് ഗൂഗിളിലൊക്കെ തപ്പി ക്രിസോസ്റ്റം പിതാവിൻ്റെ ഫോട്ടോ ഗൂഗിളിനോട് ചോദിച്ചപ്പോഴേക്കും മാർത്തോമാ സഭയിലെ നേരത്തെ മെത്രാപ്പൊലീത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം പിതാവിൻ്റെ ഫോട്ടോയാണ് ആൾക്ക് കിട്ടിയത്. ആളപ്പോൾ എനിക്ക് അയച്ചു തന്നു. ഇതാണോ ആള്? ഞാൻ പറഞ്ഞു, ഇതല്ലടാ, ഇത് ജോൺ ക്രിസോസ്റ്റം പിതാവ് സഭാപിതാവാണ്. അപ്പം ഞാൻ പിന്നെ സഭാപിതാവിൻ്റെ ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പം ഇദ്ദേഹം പറയുകയാണ്, എൻ്റെ അച്ഛനും ഇദ്ദേഹത്തെ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. എന്തൊക്കെയായി മനുഷ്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ആ കാലത്തെ എന്തൊക്കെയായി മനുഷ്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ജോൺ ക്രിസോസ്റ്റം പിതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത്, കർത്താവ് ചാട്ടവാറടിയേറ്റു. എന്തിന്? നിത്യമായ ചാട്ടവാറടി നമ്മളെ ഏൽക്കാതിരിക്കാൻ. നിത്യതയിൽ, നിത്യതയിൽ തൻ്റെ മക്കൾ ചാട്ടവാറടിയേക്കാതിരിക്കാൻ നമ്മുടെ കർത്താവ് ചാട്ടവാറടിയേറ്റു. അംബ്രോസ് പിതാവ് പറയുന്ന കാര്യമുണ്ട്, ബോഡി ഈസ് ഡിസ്ഫിഗേർഡ് ആൻഡ് ലവ് ഈസ് റിവീൽഡ്. ബോഡി ഈസ് ഡിസ്ഫിഗേർഡ് ആൻഡ് ലവ് ഈസ് റിവീൽഡ്. കർത്താവിൻ്റെ ദേഹം പാടുപീട ഏറ്റ് കോലം കെട്ടുപോകുന്നു, ഡിസ്ഫിഗേർഡ് ആകുന്നു. ആ ഡിസ്ഫിഗറേഷനിൽ, ആ കോലം കടലിൽ, ആ രൂപഭേദത്തിൽ എന്ത് വെളിപ്പെടുന്നു? സ്നേഹം വെളിപ്പെടുന്നു. ഇതിൻ്റെ നല്ല തെളിവാരെന്നറിയാമോ? വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ മുഖത്തോട്ടൊക്കെ നോക്കണം. അപ്പൻ്റെ അമ്മയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണും, നമ്മൾ ആദ്യം കണ്ട അപ്പായുടെ അമ്മയുടെ മുഖത്ത് നിന്ന് എന്തോരം അവരുടെയൊക്കെ മുഖം മാറി. പാവങ്ങളുടെ മുഖത്ത് ചുളിവുകളേറെ വീണു, മുഖമൊക്കെ ഇടിയാൻ തുടങ്ങി, പ്രായമായി തുടങ്ങി ദേഹത്തിന്. ബോഡി ഈസ് ഡിസ്ഫിഗേർഡ് ആൻഡ് ലവ് ഈസ് റിവീൽഡ്. ദേഹത്തിൻ്റെ കോലം കെട്ടു പോകുമ്പോൾ ആ കോലം കടലിൽ സ്നേഹം വെളിപ്പെടുന്നുണ്ട്. കർത്താവിൻ്റെ ദേഹം പാടുപീഡകൾക്ക് വിധേയപ്പെടുമ്പോൾ, അത് ചാട്ടവാറടി ഏൽക്കുമ്പോൾ, പ്രഹരമേൽക്കുമ്പോൾ, അപമാനമേൽക്കുമ്പോൾ, ആണി ഇറങ്ങുമ്പോൾ, കുന്തത്താൽ തുളയ്ക്കപ്പെടുമ്പോൾ, ഹിസ് ബോഡി ഈസ് ഡിസ്ഫിഗേർഡ് ആൻഡ് ലവ് ഈസ് റിവീൽഡ്. സ്നേഹം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അംബ്രോസ് പിതാവ് പറയുന്നു. അപ്രൈം പിതാവ് പറയുന്ന കാര്യം, അപ്രൈം പിതാവ് പറയുന്നത്, കർത്താവിൻ്റെ പുറം തകർക്കപ്പെട്ടു. കർത്താവിൻ്റെ പുറം തകർക്കപ്പെട്ടു. എന്താ കാര്യം? ലോകത്തിൻ്റെ പാപത്തെ അവൻ്റെ പുറത്തവൻ ചുമന്നു. ലോകത്തിൻ്റെ പാപഭാരത്തെ അവൻ്റെ പുറത്തവൻ ചുമന്നപ്പോൾ അവൻ്റെ പുറം തകർക്കപ്പെട്ടു. ചാട്ടവാറടിയേറ്റ് ചാലുകീറി, ഉഴവുചാല് പോലെ അവൻ്റെ പുറം മാറിപ്പോയി. അവൻ ചുമന്നത് നമ്മുടെ പാപങ്ങൾ. ആ പാപം അവൻ്റെ പുറത്തെ താറുമാറാക്കി കളഞ്ഞു. സഭയുടെ പഠിപ്പീര്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1505 പഠിപ്പിക്കുന്നു, ഹി ടുക്ക് അവർ ഇൻഫർമിറ്റീസ്, ബോർ അവർ ഡിസീസസ്. നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നതെന്ന് സഭയും പഠിപ്പിക്കുന്നു. CCC 618 പറയുന്നു, യുണൈറ്റ് അവർ സഫറിങ്സ് വിത്ത് ഹിസ്. നമ്മുടെ സഹനങ്ങളെ അവൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കണം. നമുക്കുള്ള പ്രാക്ടിക്കൽ ധ്യാനം, നമുക്കുള്ള ചിന്ത, നമ്മൾ ആരെങ്കിലുമൊക്കെ ചാട്ടവാറ് കൊണ്ട് പ്രഹരിക്കുന്നുണ്ടോ? അനീതിയാൽ പ്രഹരിക്കുന്നുണ്ടോ? അപമാനിക്കുന്നുണ്ടോ? നിന്ദിക്കുന്നുണ്ടോ? ക്രൂരതയുടെ ഇരയാക്കുന്നുണ്ടോ? അറിഞ്ഞോ അറിയാതെ നമ്മൾ ആരെയൊക്കെ ചാട്ടവാറിൻ്റെ പ്രഹരമേൽപ്പിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. നമ്മൾ കാരണം ഒരാൾ വേദനിക്കരുതെന്നെങ്കിൽ ഒരു വാശി നമുക്കുണ്ടാകട്ടെ. എൻ്റെ യുവജനോട് എനിക്ക് പറയാനുള്ളത്, യൂത്തിനോട് പറയാനുള്ളത്, ഇത് അവരോട് പറഞ്ഞു കൊടുക്കണം. യൂത്തിനോട് ഇന്ന് പറഞ്ഞു തരാനുള്ളത്, ഈ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ കർത്താവും ദൈവവുമായവൻ ചാട്ടവാറടി ഏറ്റ് അപമാന ഭാരത്താൽ നിൽക്കുന്ന നേരത്ത്, അത് കാണുന്ന നേരത്ത്, അത് ധ്യാനിക്കുന്ന നേരത്ത്, എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ജീസസ് അണ്ടർസ്റ്റാൻഡ്സ് ഹ്യൂമിലിറ്റി. ഹി സ്റ്റാൻഡ്സ് വിത്ത് എവറി വൂണ്ടഡ് യങ് പേഴ്സൺ. നീ കടന്നു പോകുന്ന അപമാനം, നീ കടന്നു പോകുന്ന ഒറ്റപ്പെടൽ, നീ കടന്നു പോകുന്ന പരിഹാസത്തിൻ്റെ നേരങ്ങൾ മറ്റാര് കാണുന്നില്ലെങ്കിലും കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ചാരത്ത് അവൻ നിപ്പുണ്ട്. കൈകെട്ടപ്പെട്ട്
മുൾമുടി ധരിച്ച് ചാട്ടവാറുകൊണ്ടടിയേറ്റുഴവു ചാല് കീറിയ ദേഹവുമായിട്ട് നിന്റെ ചാരത്ത് നിന്നേക്കാൾ ഉള്ളു പിടഞ്ഞ് നിന്റെ നാഥൻ നിപ്പുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരാൽ, അധികാരികളാൽ, കൂടെ ജോലി ചെയ്യുന്നവരാൽ അപമാനവും പരിഹാസവും ഏറ്റുപോകുന്ന ഒരാളാണ് നീയെങ്കിൽ നീ വിശ്വസിക്ക്, നിന്റെ ചാരത്ത് കർത്താവ് നിപ്പുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം നിനക്ക് ആശ്വാസവും അനുഗ്രഹവുമായിട്ട് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, എനിക്ക് വേണ്ടി ചാട്ടവാറടിയേറ്റ എൻ്റെ നാഥ, നിത്യമായ പ്രഹരം ഞാൻ ഏൽക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രഹരമേറ്റവനെ, ശരീരം ഉഴവുചാല് പോലെ കീറാൻ വിട്ടുകൊടുത്ത് രക്ഷയുടെ വിത്ത് നിന്റെ ദേഹത്തു പാകിയവനെ, നീ സമ്മാനിക്കുന്ന രക്ഷയിൽ ഞാനും ചേരട്ടെ. എൻ്റെ സഹനത്തെ, എൻ്റെ കണ്ണീരിനെ നിന്റെ കുരിശോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.